കൊടകര ദേശീയപാതയിൽ വൈക്കോൽ വണ്ടിക്ക് തീപിടിച്ചു. തൃശൂർ ചേർപ്പിൽ നിന്നും കനകമലയിലേക്ക് വിതരണത്തിനായി എയ്സ് വാഹനത്തിൽ കൊണ്ടുവന്ന 40 കെട്ട് വൈക്കോലാണ് കത്തി നശിച്ചത്. ഓടിക്കൊണ്ടിരിക്കെ വൈക്കോൽ വണ്ടിയുടെ അടിയിൽ തീ ഉയരുന്നത് കണ്ട മറ്റ് വാഹനയാത്രക്കാരാണ് മുന്നറിയിപ്പ് നൽകി വാഹനം നിർത്തിച്ചത്. തൊട്ടു പിന്നാലെ തീ വൈക്കോലിലേക്കും ആളിപ്പടർന്നു. പുതുക്കാട് ചാലക്കുടി അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. തൃശൂർ ചേർപ്പ് സ്വദേശി കൊളക്കുടി പറമ്പിൽ വീട്ടിൽ അൻവറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനവും വൈക്കോലും. പുതുക്കാട് അഗ്നിരക്ഷാ നിലയം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷൈൻ ജോസിന്റെയും ചാലക്കുടി അഗ്നിരക്ഷാ നിലയം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റെജി എസ് വാര്യരുടെയും നേതൃത്വത്തിലായിരുന്നു തീയണക്കൽ. 3 ദിവസം മുൻപ് ചാലക്കുടിയിലും സമാനമായ സംഭവം നടന്നിരുന്നു. കോട്ടയത്തു നിന്നും മാളയിലേക്ക് ലോറിയിൽ കൊണ്ടുവന്ന വൈക്കോൽ കെട്ടിൽ മാള കൂഴൂർ കാക്കുളശ്ശേരിയിൽ വെച്ച് വൈദ്യുത ലൈനിൽ തട്ടിയാണ് തീപിടിച്ചത്. ഈ വാഹനം പിന്നീട് 20 കിലോമീറ്ററോളം ദൂരം തീയും പുകയുമായി ഓടിച്ച് ചാലക്കുടിയിൽ എത്തിക്കുകയായിരുന്നു. വേനൽക്കാലമായതിനാൽ ചെറുതും വലുതുമായ വാഹനയാത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണമെന്നും തീ പിടിക്കാൻ സാധ്യതയുള്ളവ കയറ്റി പോകുമ്പോൾ നിർദ്ദേശിക്കുന്ന അളവിലും സുരക്ഷ ഉറപ്പാക്കിയും വേണമെന്നും അഗ്നിരക്ഷാ സേന മുന്നറിയിപ്പ് നൽകി.